തിരുവനന്തപുരം കല്ലറയിൽ ആശുപത്രിയിൽ യുവാക്കളുടെ ആക്രമണം. കല്ലറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇന്നലെ രാത്രി 2 യുവാക്കൾ ആക്രമണം അഴിച്ചുവിട്ടത്. വനിതാ ഡോക്ടറെയും ജീവനക്കാരെയും മർദ്ദിക്കാൻ ശ്രമിച്ചെന്ന പരാതി. പ്രതികൾ ലഹരി ഉപയോഗിച്ചതായി പോലീസിന്റെ പ്രാഥമിക വിവരം. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകാന്ത്, ഗുഡ് ഈവനിങ് അഗെയിൻ. എന്തായാലും കടന്നലാക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, അവിടുത്തെ സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ ലഹരി ഉപയോഗം മൂലം യാതൊരു ബോധവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ എന്ത് പറഞ്ഞ് സമന്വയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അത് ഒരു സമവായത്തിലേക്ക് പോകുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? കൃഷ്ണ, ഇവനേക്കാൾ ഭേദം കാട്ടുകടന്നലുകളാണ്. കളക്ട്രേറ്റിൽ നമ്മൾ കണ്ട കടന്നലുകളാണെന്ന് തോന്നിപ്പോവും. കാരണം അത് കുത്തിയ ചങ്ങ് തിരിച്ചു പോകും. ഇവന്മാർ കുത്തിയാലും മതിയാകാത്ത ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള മയക്കുമരുന്നെല്ലാം അടിച്ചു കയറ്റിയിട്ടാണ് ഈ ആശുപത്രിയിൽ കിടന്ന് ഈ പ്രശ്നം അത്രയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വന്ദനാദാസിനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് അധികം നാൾ പോലും ആയിട്ടില്ല. അപ്പോഴാണ് ഈ കല്ലറയിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ യുവാക്കൾ അഴിഞ്ഞാടിയത്. രണ്ടുപേരെ ഇപ്പോൾ പാങ്ങോട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30യോടെയാണ് ഈ സംഭവം അരങ്ങേറിയത്. കല്ലറ ബാറിൽ രാത്രി ഉണ്ടായ അടിപിടിയിൽ തലയ്ക്ക് പരിക്കേറ്റ് മുറിവുമായി കാട്ടുപുറം സ്വദേശി അഖിലിനെയും കൊണ്ട് ശ്യാം നായർ എന്ന വ്യക്തി ഈ ആശുപത്രിയിലേക്ക് എത്തുന്നു. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ, മറ്റ് ജീവനക്കാർ എന്നിവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും കത്രികയെടുത്ത് കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. ഭീകരാന്തരീക്ഷം ഇവർ സൃഷ്ടിച്ചതോടെ ജീവനക്കാർ പാങ്ങോട് പോലീസിൽ വിവരമറിയിക്കുകയും CI സ്ഥലത്തെത്തി അക്രമികളെ പിടികൂടുകയും ചെയ്തു. ഈ 2 അവന്മാരിൽ നിന്നും ആ ജീവനക്കാർ, ആ ആരോഗ്യ പ്രവർത്തകർ രക്ഷപ്പെട്ടത് പോയി ഒളിച്ചിരുന്നിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസ് എത്തുമ്പോൾ അവർ ഒളിച്ചിരുന്നു, ശേഷമാണ് അവർ രക്ഷപ്പെട്ടത്. വന്ന പോലീസിനെയും കല്ലറയിലെ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലഹരിയിലുണ്ടായ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്.